ഇന്ന് രാവിലെ ഞാൻ ഞെട്ടിപ്പോയി. രാവിലെ അദ്ദേഹം കത്രിക തിരയുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ്. നോക്കിയപ്പോഴാണ് രാവിലെ 10 മണിക്ക് ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ജുവലറി ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കത്രികയാണ് അദ്ദേഹം കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇന്ന് രാവിലെ 10:30 റാന്നിയിൽ നമ്മുടെ MLA പഴകുളം മധു വന്ന് അവിടെയുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം അവിടെ ഒരു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാക്കിപ്പോയ അലമ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിൽ നിന്ന് അബിൻ വർക്കി പറയാണ്, റവന്യൂ അധികാരികൾ ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത്. ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് താല്പര്യം കാണിച്ചതറിയാമോ? ഒരു സ്വർണ്ണ വ്യാപാരിയുടെ കണ്ണീര് വീഴാതിരിക്കാൻ വേണ്ടി അദ്ദേഹം നിശ്ചയിച്ച ആ പരിപാടിയുടെ ക്യാപ്ഷൻ എന്താണെന്നറിയാമോ? കല്യാണത്തിന് വരണം എന്നാണ് ആ ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MG റോഡ് ഉള്ള സ്വകാര്യ ജുവലറി ഉടമ നൽകിയിരിക്കുന്ന പരസ്യം. ഇതല്ലെങ്കിൽ എന്താണ് വിവാദമായി തീരേണ്ടത്? അപ്പോൾ ചുരുക്കത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ മുഖ്യമന്ത്രി മിനിമം അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് പിണറായി വിജയനാകാൻ കഴിയില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്തനായ ഒരു VD സതീശനാകാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.